ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയയും ചിക്കനും കൂടെ വെച്ചിട്ട് ഒരു സേമിയ ചിക്കൻ കേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി മുറിച്ചെടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3/4 കപ്പോളം സവാള ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. പിന്നെ വേണ്ടത് പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ക്യാരറ്റ്, അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് ചേർക്കുകയാണ്. ഇത് തികച്ച ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട്. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാല, അതൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചച്ചുവന്ന് മാറുന്നത് വരെ വീണ്ടും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയെടുത്ത 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബോൺലെസ് പീസാണ്. അതൊരു ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ അധികം വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോഴേക്ക് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സേമിയ വേവിച്ചെടുക്കുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമ്മുടെ വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഈ ഒരു സമയത്ത്. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കണ്ടോ, ഇതിപ്പോൾ വേവായി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ വെർമിസെല്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേവായി കിട്ടും. ഇത് കണ്ടോ, അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ വേവും ചെയ്യും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സേമിയ വേവിച്ചെടുക്കേണ്ടത്. ഇനി വേറൊരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. അപ്പോൾ ആ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ചിക്കൻ്റെ മസാല, അതൊന്ന് വേവായിട്ട്
ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ചെടുത്തുള്ള വെർമിസെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയാണ് കേട്ടോ വേണ്ടത്. ഇതിനേക്കാളും കട്ടി കൂടരുത്, ഒരു ഇത്തിരി കട്ടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനേക്കാളും കട്ടി കൂടി പോവരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സോസ് പാനാണ്. അപ്പോൾ ഈ സോസ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സേമിയ ചിക്കൻ കേക്കിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പകുതിക്ക് വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ വീണ്ടും ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സേമിയ ചിക്കൻ കേക്ക് ഒരു ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ കേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവായിട്ട് വരും. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മുടെ സേമിയ ചിക്കൻ കേക്ക് റെഡിയാകും. ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.